അതെ, നമ്മളോടൊപ്പം സുബി വിശ്വനാഥുണ്ട്. സുബി എവിടെയുള്ളത്? ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിലെ കാഴ്ചകൾ എങ്ങനെയാണ്, അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് സുബി നമുക്ക് പറഞ്ഞു തരും. സുബി, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ പൊങ്കാലത്തിന് ആശംസകൾ നേടുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല, ആ മഹോത്സവത്തെ സംബന്ധിച്ച് സുബിയും നമ്മളെ പോലെ തന്നെ ആദ്യമായിട്ടാണ് പൊങ്കാലയുടെ ഭാഗമാകുന്നത്. അപ്പം സുബി, എന്താണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ രാവിലെ തന്നെ എത്തിയിട്ട്? അവിടുത്തെ ഒരു തിക്കും തിരക്കും തന്നെ ആയിരിക്കും അല്ലേ സുബി? ആറ്റുകാൽ ദേവിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജെൽ എന്റർപ്രൈസസ്. വെരി ഗുഡ് മോർണിംഗ് ആര്യ, ഭവ്യ. ആറ്റുകാൽ ക്ഷേത്രത്തിൽ അതിന്റെ പൊങ്കാല അർപ്പണത്തിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 9 ദിവസങ്ങൾക്ക് മുമ്പ് കാപ്പ് കെട്ടിയാണ് ഈ ഉത്സവത്തിന്റെ ഒരു കൊടിയേറ്റം നടന്നത്. നമുക്കറിയാം, ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ദേവിയെ ആവാഹിക്കുന്നത് കാപ്പ് കെട്ടൽ ചടങ്ങിലൂടെയാണ്. സാധാരണഗതിയിൽ ഉത്സവത്തിന് കൊടിയേറ്റമാണ് ഉണ്ടാവുക എന്നെങ്കിൽ കാപ്പുകെട്ടൽ ചടങ്ങാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഇനി തോറ്റം പാട്ട് പാടിയതിനു ശേഷമാണ് അടുപ്പ് വെട്ടുൾപ്പെടെയുള്ള പണ്ടാര അടുപ്പ് കത്തിക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. ഏതായാലും വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ ഉണ്ട്. രാവിലെ 10:30 മണിക്കാണ് അടുപ്പുവെട്ട് ചടങ്ങ് നടക്കുക. ഈ തോറ്റംപാട്ടിൽ പാണ്ഡ്യ രാജാവിന്റെ വധം പാടിയതിനു ശേഷമാണ് പണ്ടാര അടുപ്പിലേക്ക് തീ കൊളുത്തുക. ശ്രീകോവിലിൽ നിന്ന് ഉള്ള ദീപം ആദ്യം മേൽശാന്തിക്കും, മേൽശാന്തി പിന്നീട് സഹമേൽശാന്തിക്കും ഏൽപ്പിക്കും. ഈ സഹമേൽശാന്തിയാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുക. അതിന് തുടർച്ചയായി ഈ നഗരത്തിൽ മുഴുവൻ ഉള്ള അടുപ്പുകളിലും തീ പുകയും. അങ്ങനെ പൊങ്കാല നൈവേദ്യത്തിലേക്ക് കടക്കും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നൈവേദ്യ ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഇപ്പോൾ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തി നിർഭരമാണ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ച. മന്ത്രമുഖരിതമാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ച. ഓരോ സ്ത്രീകൾ, പ്രത്യേകിച്ചും മംഗമാർക്കാണ് ഏറ്റവും പ്രധാനം. ഇവിടെ അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് പറയുന്ന നാമം ജപിച്ചുകൊണ്ട് സ്ത്രീകൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആചാരവിധി പ്രകാരം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പറയുകയാണെങ്കിൽ അമ്മയോട് അനുവാദം, ദേവിയോട് അനുവാദം വാങ്ങിയതിനു ശേഷം വേണം പൊങ്കാല അർപ്പിക്കാനെന്നാണ് പറയുന്നത്. ഈ പാണ്ഡ്യ രാജാവിനെ വധിച്ചതിനു ശേഷം വന്നെത്തിയിരിക്കുന്ന ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പൊങ്കാല അർപ്പണം, സ്ത്രീകൾ പൊങ്കാല അർപ്പണം നടത്തുന്നത് എന്നാണ് ഒരു വിശ്വാസം. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നത്. ഏതായാലും വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. രാവിലെ 10:30 അടുപ്പുവെട്ട് ചടങ്ങുണ്ടാവുക. അതോടുകൂടി പൊങ്കാല പൊങ്കാല സമർപ്പണത്തിന് തുടക്കമാകും. വലിയ തിരക്കും ആൾക്കൂട്ടവുമാണുള്ളത്. ഭക്തി നിർഭരമാണ് ഇവിടെയുള്ള കാഴ്ചകൾ എല്ലാം തന്നെ. നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ക്ഷേത്രമാകെ അലങ്കരിച്ചിട്ടുണ്ട്, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചന്ദനത്തിരിയുടെയും പൂക്കളുടെയും മറ്റും സൗരഭ്യമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം മറ്റ് മന്ത്രം, അതായത് വലിയ വിശ്വാസത്തോടുകൂടി ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സംസാരിച്ചപ്പോൾ ഇവിടെ എത്തിയ അമ്മമാരും മറ്റും പറയുകയുണ്ടായി, കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് അമ്മയെ കാണാൻ എത്തുന്നത് എന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. ആ കാര്യസിദ്ധി ലഭിക്കും എന്ന വിശ്വാസത്തിന്റെ ഭാഗമായി നിരവധി സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇന്ന് പൊങ്കാല അർപ്പിക്കുന്നത്. 5 ലക്ഷത്തിലധികം സ്ത്രീകൾ, ഭക്തർ ഇന്ന് പൊങ്കാല അർപ്പിക്കും എന്നൊരു വിശ്വാസമാണ് ഉള്ളത്. ഏതായാലും പൊങ്കാലയ്ക്കുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ പണ്ടാര അടുപ്പ് ഈ സമീപത്ത് ഈ കുടിയിരുത്തിയ ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തിയതിന് മുമ്പിലാണ് പണ്ടാര അടുപ്പ് കത്തിക്കുക. അത് രാജകുടുംബാംഗത്തിന്റേതാണ് ഈ പണ്ടാര അടുപ്പ് എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് ഈ പൊങ്കാല സമർപ്പണത്തിന് ആരംഭം കുറിക്കുക. ഏതായാലും ഈ ചടങ്ങുകൾക്കുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമുണ്ട്.
പ്രത്യേകിച്ചും കോടി വസ്ത്രം അണിഞ്ഞ് അല്ലെങ്കിൽ അലക്കിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പൊങ്കാല സമർപ്പിക്കണം എന്നാണ് അതിന്റെ ഒരു രീതി. ആ രീതിക്ക് അനുസരിച്ച് തന്നെ രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രത്യേകിച്ചും ഈ ആറ്റുകാൽ ഉത്സവം തുടങ്ങിയ നാൾ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ പൊങ്കാല അർപ്പണത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച. അതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. മന്ത്രോച്ചാരണത്താൽ മുഖരിതമാണ്, ഭക്തിസാന്ദ്രമാണ് ഈ ആറ്റുകാൽ ക്ഷേത്ര നട എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ദേവിയെ കണ്ട് തൊഴുത് അനുവാദം പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള അനുവാദം വാങ്ങിക്കാൻ പോകുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കൃത്യമായി ബാരിക്കേഡ് സംവിധാനങ്ങൾ കെട്ടിയൊരുക്കി എല്ലാം സജ്ജീകരിച്ച് ആണ് ഈ ഭക്തജനങ്ങളെ ഇവിടേക്ക് കടത്തിവിടുന്നത്. ഏതായാലും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ നിരവധി സ്ത്രീകൾ ഇപ്പോഴും കാത്തുനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ക്ഷേത്രത്തിന് ഈ ആറ്റുകാൽ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്ര സന്നിധിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഉത്സവമല്ല. നഗരത്തിന്റെ ഒരു 220 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഈ പൊങ്കാല അർപ്പിക്കുന്ന അർപ്പണം അത് തുടരുക കൂടെ ചെയ്യും. ഏതായാലും ഈ തോറ്റംപാട്ട് രാവിലെ അടുപ്പുവെട്ടിന് മുമ്പായി തോറ്റംപാട്ട് നടക്കും. ആ തോറ്റംപാട്ടിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ തോറ്റംപാട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ ഉത്സവ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. തോറ്റംപാട്ടിൽ പാണ്ഡ്യരാജാവിന്റെ വധം, ആ വധം വിവരിച്ചു കഴിഞ്ഞാലാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുക. ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി പണ്ടാര അടുപ്പിലേക്കും അവിടെ നിന്ന് പിന്നീട് വലിയ തിടപ്പള്ളിയിലേക്കും പകരും. അങ്ങനെ മുഴുവൻ ഈ ആരെല്ലാമാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ആ അടുപ്പുകളിലേക്കെല്ലാം തന്നെ അഗ്നി പകരുകയും പൊങ്കാലയ്ക്ക് തുടക്കമാവുകയും ചെയ്യും. ഏതാണ്ട് 2:30 നൈവേദ്യ ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് തീർത്ഥം തളിച്ച് ഈ പൊങ്കാല നിവേദിക്കുക. അതിനുശേഷം എല്ലാവർക്കും തന്നെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ്. ഏതായാലും ഒരു കാത്തിരുന്ന 1 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ പൊങ്കാല ദിവസം ആഗതമായിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ്, അതിന്റെ ഒരു ഭക്തിയുടെ പാരമ്യത്തിലാണ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം സന്നിധിയുള്ളത്. ആര്യ, വലിയ തിരക്കാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി സ്ത്രീകൾ, നമുക്ക് ഭേദ വ്യത്യാസമില്ലാതെ നിരവധി സ്ത്രീകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പൊങ്കാല ചടങ്ങിന്റെ ഭാഗമായി, അതായത് പൊങ്കാല തർപ്പണത്തിന് മുൻപായി ഒരു അനുവാദം, ഭഗവതിയോട് അനുവാദം ചോദിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളുടെ ഒരു ഒഴുക്കുള്ളത്. അതിനുശേഷം പ്രത്യേകിച്ചും വലിയ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഈ പൊങ്കാല സമർപ്പണം നടത്തുക. അങ്ങനെ വ്രതം ആരംഭിച്ചതിന് ശേഷം ഇന്ന് പൊങ്കാല അർപ്പിച്ച് ആ പൊങ്കാല നിവേദിച്ചതിന് ശേഷം മാത്രമായിരിക്കും പല സ്ത്രീകളും, ഭക്തരായ സ്ത്രീകൾ ജലപാനം കഴിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം മന്ത്രോച്ചാരണങ്ങൾ അമ്മയെന്ന് കാണാൻ